എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അപരീക്ഷിത കാരകത്തിലെ 5-ാമത്തെ കഥയാണ്. ചക്രം ചുമന്നു നിൽക്കുന്നവൻ്റെ അപേക്ഷയനുസരിച്ച് സ്വർണനിധി കിട്ടിയവൻ പറഞ്ഞ കഥയാണിത്. ഒരു നഗരത്തിൽ ഉറ്റമിത്രങ്ങളായി 4 ബ്രാഹ്മണർ വസിച്ചിരുന്നു. വിദ്യാഭ്യാസം ചെയ്യാനായി അവർ കന്യാകുബ്ജ നഗരത്തിൽ ചെന്ന് ഒരു വിദ്യാമന്ദിരത്തിൽ ചേർന്നു. 12 കൊല്ലം ഏകാഗ്രചിത്തരായി വിദ്യാഭ്യാസം ചെയ്തു. അതിനുശേഷം തങ്ങളുടെ പാണ്ഡിത്യത്തിൽ ആത്മവിശ്വാസം വന്ന് ഗുരുവിനോട് വിടവാങ്ങി പുസ്തകങ്ങളുമെടുത്ത് നാട്ടിലേക്ക് മടങ്ങി. കുറേ ദൂരം പോയപ്പോൾ അവർ വഴി 2ആയി പിരിയുന്ന ഒരു കവലയിൽ എത്തിച്ചേർന്നു. അപ്പോൾ അവരിൽ ഒരാൾ ചോദിച്ചു, ഏതു വഴിക്കാണ് പോകേണ്ടത്? ആ സമയത്ത് കവലയ്ക്കടുത്ത് ഒരു ഗൃഹത്തിൽ വ്യാപാരിപുത്രൻ മരിച്ച് ശവദാഹത്തിനായി ബന്ധുമിത്രാദികൾ ശ്മശാനത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അതുകണ്ട് ഒരു ബ്രാഹ്മണൻ പുസ്തകം തുറന്നു നോക്കി. മഹാജനങ്ങൾ പോകുന്ന വഴിക്കാണ് പോകേണ്ടതെന്ന് ഗ്രന്ഥത്തിൽ പറയുന്നു. ഉടനെ ആ പണ്ഡിതന്മാർ ജനക്കൂട്ടം പോകുന്ന വഴിയെ നടന്ന് ശ്മശാനത്തിലെത്തി. ശ്മശാനത്തിൽ ഒരു കഴുത നിൽക്കുന്നത് കണ്ട് 2-ാമത്തെ പണ്ഡിതൻ ഗ്രന്ഥം തുറന്നു നോക്കി. രാജധാനിയിലും ശ്മശാനത്തിൽ നിൽക്കുന്നവൻ ബന്ധുവാണെന്ന് ഗ്രന്ഥത്തിൽ പറയുന്നു. ഈ കഴുത നമ്മുടെ ബന്ധു തന്നെ. ഗ്രന്ഥത്തിലെ വാക്യത്തിൻ്റെ സാരമറിയാതെ അവർ കഴുതയെ ശുശ്രൂഷിച്ച് കാലുകൾ കഴുകിച്ചു. എന്നിട്ട് ആ പണ്ഡിതന്മാർ ചുറ്റും നോക്കിയപ്പോൾ ഒരൊട്ടകത്തെ കണ്ടു. 3-ാമത്തെ പണ്ഡിതൻ ഗ്രന്ഥം തുറന്നു നോക്കി. ധർമ്മത്തിന് വളരെ ഗതിവേഗമുണ്ടെന്ന് ഗ്രന്ഥത്തിൽ പറയുന്നു. അതുകൊണ്ട് ഇത് ധർമ്മം തന്നെയാണ്. ധർമ്മം ചെയ്യാൻ താമസിക്കരുതെന്നാണ് ഗ്രന്ഥത്തിലെ വാക്യത്തിൻ്റെ സാരമെന്ന് അവർക്ക് മനസ്സിലായില്ല. 4-ാമൻ ഗ്രന്ഥം തുറന്നു നോക്കി. ഇഷ്ടത്തെയും ധർമ്മത്തെയും ചേർക്കണമെന്ന് ഗ്രന്ഥത്തിൽ പറയുന്നു. ഗ്രന്ഥത്തിലെ വാക്യത്തിൻ്റെ സാരമറിയാതെ അവർ കഴുതയെയും ഒട്ടകത്തെയും കൂട്ടിക്കെട്ടി കൊണ്ടുപോകുമ്പോൾ കഴുതയുടെ ഉടമസ്ഥനായ വെളുത്തേടൻ്റെ മുന്നിൽ ചെന്നുപെട്ടു. വെളുത്തേടൻ ഈ മൂഢപണ്ഡിതരെ ഓടിച്ചു വിട്ടു. അവർ പേടിച്ചോടി ഒരു പുഴക്കരയിൽ എത്തിച്ചേർന്നു. അപ്പോൾ വെള്ളത്തിൽ കൂടി ഒരു പ്ലാശിൻ്റെ ഇല ഒഴുകി വരുന്നത് കണ്ടു. ഒരു പണ്ഡിതൻ ഗ്രന്ഥം നോക്കി. പത്രം കണ്ടാൽ അതിൽ കയറി പുഴ കടക്കണം. പത്രം എന്ന വാക്കിന് ഇല എന്നു മാത്രമല്ല തോണി എന്നുകൂടി അർത്ഥമുണ്ടെന്നോർക്കാതെ അയാൾ ഇലയുടെ മേൽ ചാടി വീണു. ഒഴുക്കിൽ പെട്ടു പോകുന്നത് കണ്ട് 2-ാമത്തെ പണ്ഡിതൻ മുടിയിൽ പിടിച്ച് വലിച്ചു നിർത്തി ഗ്രന്ഥം നോക്കി. സർവനാശം വരുമെന്ന് കണ്ടാൽ അറിവുള്ളവൻ പകുതി ഭാഗം ഉപേക്ഷിക്കണമെന്ന് ഗ്രന്ഥത്തിൽ പറയുന്നു. ഇത് ഗ്രഹിച്ച ഉടനെ വെള്ളത്തിൽ വീണവൻ്റെ തല അയാൾ വെട്ടിക്കളഞ്ഞു. മറ്റു 3 പേരും കൂടി നടന്ന് ഒരു ഗ്രാമത്തിലെത്തി. ഗ്രാമീണർ അവരെ സാദരം ക്ഷണിച്ച് ഓരോരുത്തരെ ഓരോ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരിൽ ഒരാൾക്ക് ഗൃഹനായകൻ നെയ്യും പഞ്ചസാരയും ചേർത്തുണ്ടാക്കിയ മധുര സേവ വിളമ്പി. സേവ എന്ന പലഹാരത്തിന് സൂത്രിക എന്നൊരു പേരുണ്ട്. സേവ വിളമ്പിയപ്പോൾ ബ്രാഹ്മണൻ ദീർഘസൂത്രി നശിക്കുകയുള്ളൂ എന്ന് ഗ്രന്ഥത്തിൽ പറയുന്നതിൻ്റെ സാരം മനസ്സിലാക്കാൻ അയാൾക്കായില്ല. അയാൾ ഊണു മുഴുമിക്കാതെ തിരിച്ചുപോയി. 2-ാമന് ഗ്രാമീണൻ പരന്ന ഗോതമ്പപ്പമാണ് വിളമ്പിയത്. ഗ്രന്ഥത്തിൽ നല്ല വിസ്താരത്തിൽ പരന്നു കിടക്കുന്ന വസ്തുവിന് ദീർഘായുസ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് അയാളും എഴുന്നേറ്റുപോയി. 3-ാമന് അരിയും ഉഴുന്നും കൂട്ടിയരച്ച് നടുക്കു തുളിയോടുകൂടിയ വടയാണ് വിളമ്പിക്കൊടുത്തത്. ഛിദ്രങ്ങൾ ഉള്ളിടത്ത് അനർത്ഥം സംഭവിക്കുമെന്ന് ഗ്രന്ഥത്തിൽ വായിച്ച അയാളും അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. 3 പണ്ഡിതരും ഭക്ഷണം കഴിക്കാതെ വിഡ്ഢിത്തം പുലമ്പി നടക്കുന്നത് കൊണ്ട് ഗ്രാമീണർ അവരെ പരിഹസിച്ച് ചിരിച്ചു തുടങ്ങി. അവർ പിന്നെ അവിടെ നിൽക്കാതെ നാട്ടിലേക്ക് മടങ്ങി. ഇത്രയും പറഞ്ഞ് സ്വർണനിധി കിട്ടിയവൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സർവശാസ്ത്രങ്ങളിലും അറിവുള്ളവനാണെങ്കിലും ലോകാചാരം പോലെ പെരുമാറാത്തവരെ ജനങ്ങൾ പരിഹസിക്കുമെന്ന്. അതുകേട്ട ചക്രം ചുമന്നു നിൽക്കുന്നവൻ പറഞ്ഞു,
കാര്യകാരണങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. വീട്ടിൽ ശ്രദ്ധാപൂർവം നോക്കി രക്ഷിച്ചാലും ആയുസ്സില്ലാത്തവൻ ജീവിക്കുകയില്ല. സ്വർണനിധി കിട്ടിയവൻ്റെ അപേക്ഷപ്രകാരം ചക്രം ചുമന്നു നിൽക്കുന്നവൻ പറഞ്ഞ ഏകബുദ്ധി എന്ന തവളയുടെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം. അപരീക്ഷിത കാരകത്തിലെ 5-ാമത്തെ കഥ ഇവിടെ നിർത്തുന്നു.